പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം 7. നല്ല കാപ്പിപ്പൂവിൻ്റെ മണമെല്ലാം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അമ്മച്ചി കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. ആ കാഴ്ച അവനെ ഞെട്ടിച്ചു. അവൻ വീണ്ടും നോക്കിയപ്പോഴാണ് ആ വീടിൻ്റെ മുന്നിൽ ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നത് കണ്ടത്. ആ സ്ത്രീയെ എവിടെയോ പരിചയമുള്ളതുപോലെ അവന് തോന്നി. അതിനേക്കാൾ എല്ലാം ഉപരി അമ്മച്ചി ഈ നേരം വെളുത്തു വരുന്ന ഈ സമയത്ത് എന്തിനാണ് അമ്മച്ചി കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് പോയത് എന്നാണ് അവൻ ആലോചിച്ചത്. എന്നാൽ അവൻ താഴേക്ക് വന്ന് അന്വേഷിക്കാൻ നിന്നില്ല. അമ്മച്ചി കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തി. രാവിലെ ഗൗരി എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. മോളെ, ഇന്നലെ അമ്മച്ചി കുഞ്ഞിനെ കൊണ്ടുവന്നോ? നേരം വെളുത്തിട്ടാ വന്നത്. സണ്ണിമോൻ വന്നിരിക്കുന്നത് കൊണ്ട് ഇനി നന്നായി പേടിക്കണം. കുഞ്ഞിനെ എപ്പോഴും കാണാനോ ഒന്നും പറ്റില്ല. ഇനി ഇതെങ്ങാനും ആ കുട്ടി അറിഞ്ഞ അവനത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലല്ലോ, ഗായത്രിയുടെ അമ്മ പറഞ്ഞു. അവൾ അവിടെ നിൽക്കുമ്പോഴാണ് പാലുമായിട്ട് ചേട്ടത്തി വന്നത്. മോളെ, ഇതാ പാല്. പിന്നെ ഇത് ഒരു കുപ്പി ആട്ടിൻപാലാണ്. ഇത് മോൾക്ക് തരാൻ അമ്മച്ചി പറഞ്ഞു. മരുന്ന് കഴിക്കുന്നതല്ലേ, ആട്ടിൻപാൽ കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇന്ന് സണ്ണിക്കുഞ്ഞ് ചിലപ്പോൾ ആ ആദിവാസി മൂപ്പനെ കാണാൻ വേണ്ടി പോകും. മോൾക്കുള്ള മരുന്നുകളും കുഞ്ഞിനുള്ള മരുന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ കുഞ്ഞിനുള്ള മരുന്നുകളും ഉണ്ട്, കുളിപ്പിക്കാനുള്ള എണ്ണയും മറ്റും, അങ്ങനെ എല്ലാം ഉണ്ട്. അമ്മച്ചി പറയുന്നുണ്ടായിരുന്നു മോളോട് ഇപ്പോഴുള്ള മരുന്ന് കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാലേ പിന്നെ മരുന്നെല്ലാം നിർത്തിക്കൊള്ളാൻ. ചേട്ടത്തി പറഞ്ഞു. ത്രേസിയേ! അപ്പോഴേക്കും അവിടെ നിന്നും ചേട്ടത്തിയെ കുര്യച്ചൻ ചേട്ടൻ വിളിച്ചതും ചേട്ടത്തി പോയി. മോളെ, എന്നാ ആ എണ്ണ തേച്ചിട്ട് കുറച്ചു നേരം നിൽക്ക്, എന്നിട്ട് കുളിച്ചാൽ മതി, ഗായത്രിയുടെ അമ്മ പറഞ്ഞു. അമ്മേ, എന്തായാലും എണ്ണ തേക്കുന്നതല്ലേ, ഞാൻ അരുവിയിൽ പോയി കുളിച്ചോട്ടെ? ഇതുവരെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, ഗൗരി ചോദിച്ചു. അതിനെന്താ, ഒരു കാര്യം ചെയ്യ്, മോള് കുഞ്ഞിനെ എടുത്ത് ഗായത്രിയുടെ അടുത്ത് കിടത്തിയിട്ട് വാ. നമുക്ക് 2 പേർക്കും കൂടി പോകാം, അമ്മയും കൂടി വരാം. 1-2 പ്രാവശ്യം അമ്മ കൊണ്ടുപോയി കാണിച്ചു തരാം. പിന്നെ മോള് ഒറ്റയ്ക്ക് പോകാമല്ലോ. അങ്ങോട്ട് പോകാൻ പേടിക്കൊന്നും വേണ്ട, എന്നാലും വഴിയൊന്നും അറിയണമല്ലോ എന്ന് പറഞ്ഞു. ശരി അമ്മേ എന്ന് പറഞ്ഞ് വേഗം തന്നെ ഗൗരി അകത്തേക്ക് പോയി. അവൾ കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് ഗായത്രിയുടെ അടുത്ത് കിടത്തിക്കൊണ്ട് മാറാനുള്ള വസ്ത്രങ്ങളുമായി പുറത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഗായത്രിയുടെ അമ്മ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മ കഴുകാനുള്ള തുണികൾ ഒരു ബക്കറ്റിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു ബക്കറ്റിൽ അവൾക്ക് കുളിക്കാനുള്ള താളിയും അതിൽ ഒരു കുപ്പി എണ്ണയും ഇഞ്ചയും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ പിടിക്കാമേ എന്ന് പറഞ്ഞ് കഴുകാനുള്ള തുണി ഗൗരി വാങ്ങി. ഗായത്രിയുടെ അമ്മയോട് സംസാരിച്ച് പുറകുവശത്തുള്ള ചെറിയൊരു വഴിയിലൂടെ അവർ നടന്നു. ഇത് മുഴുവനും റോസിയുടെ സ്ഥലമാണ്. ഇത് പുറമേയുള്ളവർക്ക് ആർക്കും നടക്കാനോ പ്രവേശിക്കാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ധൈര്യമായിട്ട് പോകാം, അവിടെ പോയി കുളിക്കുകയും ചെയ്യാം. പിന്നെ ഈ പറമ്പിൽ ഇല്ലാത്ത മരങ്ങളില്ല. ചുറ്റുപാട് നോക്കിക്കൊണ്ടാണ് ഗായത്രിയുടെ അമ്മ പറയുന്നത്. മോൾക്കറിയോ, ഇവിടെ സോപ്പുംകായ എന്ന് കേട്ടിട്ടുണ്ടോ? സോപ്പ് പോലെ അത് ഉപയോഗിച്ചാണ് ഇപ്പോഴും ത്രേസി ചേച്ചി കുളിക്കുകയും തുണികൾ കഴുകുന്നതും എല്ലാം. പക്ഷേ ഞാനും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ, നല്ലതാണ്, ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബക്കറ്റ് ചൂണ്ടിക്കാണിച്ചു. ശരിക്കും കണ്ടാൽ ഒരു കാട് പോലെ തോന്നും അല്ലേ മോളെ? ഇവിടെ മഴക്കാലത്ത് ഇറങ്ങാൻ ഭയങ്കര പാടാണ്, കാരണം തണുപ്പായിരിക്കും. പിന്നെ ഈ തൊട്ടടുത്ത് തന്നെ ഈ പുഴയും കൂടി ഉള്ളത് കൊണ്ട് പിന്നെ പറയണ്ട. ഇപ്പം മഴക്കാലത്തുള്ള അത്രയും വെള്ളം ഉണ്ടാകില്ല, എന്നാലും വെള്ളം എപ്പോഴും ഉണ്ടാവും, കുറവൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ മഴക്കാലത്ത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ, നമ്മളിവിടെ വന്നിട്ട് അധികമായിട്ടില്ലല്ലോ. ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ മഴയിൽ ചിലപ്പോൾ വെള്ളം ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞ് ഗായത്രിയുടെ അമ്മ നടക്കുന്നത്. അവരുടെ പുറകെ അവർ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ഗൗരിയും നടന്നു. ഇപ്പോൾ പുഴ അടുക്കുംതോറും കേൾക്കാൻ പറ്റുന്നുണ്ട് പാറകളിൽ വെള്ളം തട്ടി വീഴുന്ന ശബ്ദം. നേരം വെട്ടം വെച്ച് വരുന്നതേയുള്ളൂ. അതിൻ്റെ ചെറിയൊരു കോട അവിടെ ഉണ്ടായിരുന്നു. പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് അവൾ നടന്നത്. അവർ 2 പേരും പുഴയുടെ ഭാഗത്തെത്തി. പുഴ കണ്ട് ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു. ഇത് പുഴ എന്നൊന്നും ശരിക്കും പറയാൻ പറ്റില്ല. പാറയിടുക്കുകളിൽ നിന്നെല്ലാം വരുന്ന വെള്ളം, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. ഇടയ്ക്കിടയ്ക്ക് പാറകളാണ്. പാറയിടുക്കുകളിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. 2 വലിയ പാറ ഇടുക്കുകളിലൂടെ കുത്തനെ വെള്ളം ദൂരെ നിന്നും ഒഴുകുന്നുണ്ട്. അതാണ് ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. അവൾ അതെല്ലാം നോക്കിക്കണ്ടു. മോളെ, സമയമില്ല, വേഗാവട്ടെ, വിശദമായിട്ട് നമുക്ക് വന്ന് അവധി ദിവസം കുളിക്കാം, ഗായത്രിയുടെ അമ്മ പറഞ്ഞതും ഗൗരി വേഗം തന്നെ ബക്കറ്റ് അവിടെ വെച്ചുകൊണ്ട്
ആ വെള്ളത്തിലേക്ക് കാലെടുത്തു വെച്ചു. ആ വെള്ളത്തിൻ്റെ തണുപ്പ് അവളുടെ ശരീരമാകെ പടർന്നു. നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്, ഗൗരി പറഞ്ഞു. പിന്നെ നല്ല തണുപ്പായിരിക്കും. കുളിക്കാൻ പറ്റുമോ മോൾക്ക്? പറ്റില്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ തുണിയെല്ലാം കഴുകിയിട്ട് വീട്ടിൽ ചെന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കാം, അമ്മ പറഞ്ഞു. വേണ്ടമ്മേ, ഞാൻ ഈ വെള്ളത്തിൽ കുളിച്ചോളാം. അമ്മ വേണമെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് കുളിച്ചാൽ മതി. ചിലപ്പോൾ അമ്മയ്ക്ക് പറ്റില്ല ഇത്, ഗൗരി പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് കുളിക്കുന്നുള്ളൂ മോളെ. മോള് പറഞ്ഞത് ശരിയാണ്, ഈ തണുപ്പ് എനിക്ക് പറ്റില്ല, ഗായത്രിയുടെ അമ്മ പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യ്, അമ്മ ആ പാറയിലിരുന്നോ, ഞാൻ ഈ തുണിയെല്ലാം കഴുകിയിട്ട് കുളിക്കാം. അമ്മയുടെ ദേഹവും വസ്ത്രവും ഒന്നും നനയ്ക്കണ്ടല്ലോ, അവൾ പറഞ്ഞു. എന്നാ മോളൊരു കാര്യം ചെയ്യ്, ആ ബക്കറ്റിൽ താളിയും ഇഞ്ചയും എല്ലാം ഇങ്ങോട്ട് താ, ഞാൻ അതൊക്കെ പതപ്പിച്ചു തരാം. അപ്പോഴേക്കും മോൾ ഈ തുണിയെല്ലാം കഴുകിയെടുക്ക്, ഗായത്രിയുടെ അമ്മ പറഞ്ഞു. അവൾ വേഗം തന്നെ ഉടുത്തിരുന്ന സാരി പോക്കി മുകളിലേക്ക് കുത്തിവെച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് കുറച്ചുകൂടി ഇറങ്ങി നിന്നു. ബക്കറ്റിലെ തുണികളെല്ലാം പുറത്തേക്കിട്ട് അവൾ തുണി കഴുകാൻ തുടങ്ങി. അപ്പോഴേക്കും ഗായത്രിയുടെ അമ്മ പാറയിലിരുന്ന് താളി പതപ്പിച്ചു. സോപ്പും കായും എടുത്ത് പതിപ്പിക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് അമ്മ സംസാരിക്കുന്നതും അവൾ കേൾക്കുന്നുണ്ട്. തുണിയെല്ലാം കഴുകിക്കഴിഞ്ഞതും അവൾ ഗായത്രിയുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. മോളെ, ഇവിടെ ഇരിക്ക്, അമ്മ ഈ താളി ഇട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഇരുത്തിക്കൊണ്ട് താളി പതപ്പിച്ച് അവളുടെ തലയിൽ ഇട്ടുകൊടുത്തു. മോളെ, ഈ സാരി മാറ്റിയിട്ട് കുളിച്ചാൽ പോരെ, അമ്മ ചോദിച്ചു. ഒരു കാര്യം ചെയ്യ്, മോള് സാരിയും ബ്ലൗസൊക്കെ മാറിയിട്ട് ആ സ്കേർട്ട് മുകളിലേക്ക് കയറ്റി കെട്ടിവെക്ക്, എന്നിട്ട് കുളിച്ചിട്ട് നമുക്ക് ഡ്രസ്സ് മാറാം. ഇവിടെ അങ്ങനെ ആരും ഒന്നും വരില്ല എന്ന് അമ്മ പറഞ്ഞില്ലേ. ഗൗരിക്ക് ചെറിയൊരു പേടി തോന്നിയെങ്കിലും അവൾ ചുറ്റുപാടും നോക്കി. ശരിയാണ്, മറ്റെങ്ങും വരാൻ വഴികളൊന്നുമില്ല, ചുറ്റുപാടും കാടാണ്, മുളങ്കാട്. അവൾ കുറച്ചുകൂടി വെള്ളമുള്ളിടത്തേക്ക് ഇറങ്ങി നിന്ന് സാരി മാറ്റി സ്കേർട്ട് മുകളിലേക്ക് ഉയർത്തി കെട്ടിക്കൊണ്ട് അവൾ ആ വെള്ളത്തിൽ നീന്തി തന്നെ കുളിച്ചു. അവളുടെ മനസ്സും ശരീരവും എല്ലാം തണുപ്പ് ബാധിക്കുന്നത് പോലെ തോന്നി. അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. കുറച്ചു നേരം നീന്തിയതിനു ശേഷം, മോളെ, ഒരുപാട് സമയമെടുക്കണ്ട കേട്ടോ, കുഞ്ഞെഴുന്നേൽക്കും, അമ്മ പറഞ്ഞു. കഴിഞ്ഞമ്മേ, വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വെള്ളത്തിൽ നിന്നും കയറി. അമ്മ നന്നായി തന്നെ അവളുടെ തല തുടച്ചു കൊടുത്തു. അതെല്ലാം അവളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് അവളുടെ അമ്മയെ ഓർമ്മ വന്നു. പുറമേക്ക് വന്ന കണ്ണുനീർ അവൾ ഗായത്രിയുടെ അമ്മ കാണാതെ തുടച്ചു മാറ്റി. മോളെ, ഒരു കാര്യം, ദാ ആ മുളങ്കാടിന്റെ മറവിൽ നിന്ന് ആ സാരി മാറ്റ് എന്ന് പറഞ്ഞ് ഗായത്രിയുടെ അമ്മ അവളെ പറഞ്ഞു വിട്ടു. അവൾ ചുറ്റുമൊന്ന് നോക്കി. മുളങ്കാടാണ്, അവിടെ നിന്നാൽ ആർക്കും പുറത്തുനിന്ന് കാണാൻ പറ്റില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ അവിടെ നിന്നും വസ്ത്രം മാറ്റി പുറത്തേക്കിറങ്ങി. ഗായത്രിയുടെ അമ്മ മുന്നിലും ഗൗരി പുറകിലുമായി നടന്നു. അവർ നടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ നിന്നും കാൽപ്പെരുമാറ്റങ്ങൾ കേൾക്കുന്നത്. അവർക്ക് മുന്നിലേക്ക് ഓടി വരുന്ന ജിമ്മിയെയും ലോക്കിയെയും അപ്പോഴാണ് കാണുന്നത്. ആഹാ, രണ്ടുപേരും പോന്നോ? അല്ല, ആരാ വരുന്നത്? ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോരാറില്ലല്ലോ, ഗായത്രിയുടെ അമ്മ പറയുന്നുണ്ട്. ഇനി ത്രേസി എങ്ങാനും തുണി കഴുകാൻ വരുന്നുണ്ടാവും, ഗായത്രിയുടെ അമ്മ പറഞ്ഞു. എന്നാൽ മുന്നിലേക്ക് നടന്നപ്പോൾ കണ്ടു അവിടെ നിന്നും നടന്നു വരുന്ന ഒരു പുരുഷനെ. ഇത് റോസിയുടെ മകനല്ലേ, സണ്ണി? അമ്മ പറഞ്ഞതും അവൾ മുഖമുയർത്തി നോക്കിയപ്പോഴാണ് ഒരു ബ്ലാക്ക് ടീഷർട്ടും ഒരു കാവിമുണ്ടും മടക്കി കുത്തിക്കൊണ്ട് ചുറ്റുപാടും നോക്കിക്കൊണ്ട് നടന്നു വരുന്ന ഒരാളെ ഗൗരി കാണുന്നത്. അവളെ കണ്ട് അവനും അവളെ നോക്കി. മോൻ ഇന്നലെ വന്നു എന്ന് അമ്മച്ചി പറഞ്ഞു. ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ, ഗായത്രിയുടെ അമ്മ ചോദിച്ചു. പോണം, ഇവിടെയുള്ളപ്പോൾ ഒരു മുങ്ങിക്കുളി പതിവാണ്, അവൻ പറഞ്ഞു. അവൻ പറയുമ്പോഴും ഗൗരിയുടെ മുഖത്തേക്കാണ് നോക്കിയത്. അവളെന്നാൽ അവൻ നോക്കുന്നത് കണ്ടതും തല കുനിച്ചു. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടെ, മോൾക്ക് സ്കൂളിൽ പോകാനുള്ളതാണ്, പിന്നെ കുഞ്ഞു എഴുന്നേറ്റിട്ടുണ്ടാവും, ഗായത്രിയുടെ അമ്മ പറഞ്ഞു. അതിന് അവനൊന്ന് ചിരിച്ചു. അവർ മുന്നോട്ട് നടക്കുമ്പോഴും സണ്ണിയുടെ കണ്ണുകൾ ഗൗരിയിൽ തന്നെയായിരുന്നു. എന്നാൽ ഗൗരി അവനെ മുഖമുയർത്തി നോക്കാനേ പോയില്ല. അവർ മുന്നോട്ട് നടന്നിട്ടും സണ്ണി അങ്ങനെ തന്നെ നിന്നു. ഗൗരിയും അമ്മയും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കുഞ്ഞ് അപ്പോഴും ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. എന്ന മോള് തലയെല്ലാം നന്നായിട്ട് തുടച്ച് ഉണക്കിയെടുക്ക്, അപ്പോഴേക്കും അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കാം അമ്മേ, ഇനിയിപ്പോൾ വലിയ പണിയൊന്നുമില്ലല്ലോ, ഞാൻ ഈ തുണി വിരിച്ച് വന്നിട്ട് ഉണ്ടാക്കാം, ഗൗരി പറഞ്ഞു. എന്നാൽ ഞാൻ പോയി അവളെ വിളിക്കട്ടെ, അല്ലെങ്കിൽ ആ പെണ്ണ് ഇപ്പോഴൊന്നും എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗായത്രിയുടെ അമ്മ അകത്തേക്ക് പോയി. ഗൗരി
കഴുകിക്കൊണ്ടുവന്ന തുണികൾ എല്ലാം വിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ത്രേസി ചേട്ടത്തി വരുന്നത്. മോളെ, മോളോട് ഒന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. മോനെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോഴാണ് അവൾ സണ്ണി പുഴയിലേക്ക് പോയത് ഓർത്തത്. അതുകൊണ്ട് തന്നെ അവൾ വേഗം വീട്ടിൽ കയറി ചെന്ന് അമ്മയോട് കാര്യം പറഞ്ഞുകൊണ്ട് വീടിന് മുന്നിലൂടെ റോസി അമ്മച്ചിയുടെ വീട്ടിലേക്ക് പോയത്. ആ വീട്ടിൽ ചെന്നതും അവൾ വേഗം റോസി അമ്മച്ചിയുടെ മുറിയിലേക്ക് പോയി. അവിടെ കുഞ്ഞ് കട്ടിലിൽ കിടന്ന് കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അമ്മച്ചി എന്തൊക്കെയോ കളിപ്പാട്ടങ്ങൾ കാണിച്ച് കരച്ചിൽ മാറ്റാൻ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഗൗരിയെ വാതിക്കൽ കാണുന്നത്. ഞാൻ അങ്ങോട്ട് വന്നിരുന്നു, മോള് പുഴയിലേക്ക് പോയേക്കാണെന്ന് എനിക്ക് തോന്നി. ത്രേസ്യം പറഞ്ഞു മോളും ലതയും കൂടി അങ്ങോട്ട് പോകുന്നത് കണ്ടുവെന്ന്. അമ്മച്ചി പറഞ്ഞതും ഗൗരി അപ്പോഴേക്കും കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. അവളെ കണ്ടതും കുഞ്ഞ് ചുണ്ടെല്ലാം വിതുമ്പി കരയാൻ തുടങ്ങി. ഇപ്പോൾ ഈ ചുണ്ടു പിളർത്തി കരയുന്നത് ഒരു ശീലമാക്കിയിരിക്കുകയാണ്, അമ്മച്ചി കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ഗൗരി ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് മടിയിലേക്ക് വെച്ചു. മോൾ എന്ന പാല് കൊടുക്ക്, സണ്ണി കുളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇനി അവൻ്റെ നീരാട്ടും അവൻ്റെ കൂടെ പോയിരിക്കുന്ന ആ 2 വാലില്ലേ, അവരുടെ നീരാട്ടമൊക്കെ കഴിഞ്ഞ് വരാൻ ഒരുപാട് സമയമെടുക്കും, അമ്മച്ചി പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾക്ക് ഒരു ആശ്വാസം തോന്നി. ഞാൻ എന്നാൽ രാവിലത്തേക്ക് എന്താണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയിട്ട് വരാം. അവനുള്ളപ്പോൾ ഇവിടെ ഭക്ഷണം കൂടുതൽ ഉണ്ടാക്കും. എപ്പോഴാണ് അവൻ്റെ കൂട്ടുകാർ കയറി വരുന്നതെന്നേ പറയാൻ പറ്റില്ല, അമ്മച്ചി പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. ഗൗരി കുഞ്ഞിന് പാല് കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അവനോട് സംസാരിക്കുന്നുണ്ട്. അവൻ അപ്പോഴും അവളുടെ മാറിൽ അവൻ്റെ കുഞ്ഞിക്കൈ വച്ചുകൊണ്ടാണ് പാല് കുടിക്കുന്നത്. എന്നാൽ കുളിക്കാൻ പുഴയിലേക്ക് പോയ സണ്ണി വേഗം കുളി കഴിഞ്ഞ് തിരിച്ചു വന്നു. അവൻ വരുമ്പോൾ കുരിയച്ചൻ ചേട്ടൻ വീടിൻ്റെ മുൻവശത്ത് നിന്ന് അവനെ വിളിച്ചതും അവൻ അങ്ങോട്ടേക്ക് ചെന്നു. മോനെ, കാപ്പിയെല്ലാം പറിക്കാനായിട്ടുണ്ട്, പണിക്കാരെ കൂട്ടാല്ലേ, കുരിയച്ചൻ ചേട്ടൻ ചോദിച്ചു. കാപ്പി മാത്രമല്ല, കുരുമുളകും എല്ലാം പറിക്കാനായിട്ടുണ്ട്. അതെല്ലാം കുരിയച്ചൻ ചേട്ടൻ്റെ ഇഷ്ടം പോലെ ചെയ്യ്, എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. വേഗം മുൻവശത്തു കൂടി അവൻ അകത്തേക്ക് കയറി. അവൻ കുഞ്ഞിക്കിടക്കുന്ന റൂമിലേക്ക് ചെന്നു. ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ വാതിൽ തുറന്നപ്പോൾ കണ്ടു ബെഡിലിരിക്കുന്ന ഗൗരിയെ. അവൾ തിരിഞ്ഞിരുന്ന് കുഞ്ഞിനോട് സംസാരിക്കുകയാണ്. വയറ് നിറച്ച് പാല് കുടിച്ചോട്ടോ, മോൻ്റെ പപ്പ വന്നിട്ടുണ്ട്, എനിക്ക് എപ്പോഴും വരാൻ പറ്റില്ല. അതുപോലെ അമ്മയുടെ മോനും എപ്പോഴും അങ്ങോട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് വയറ് നിറച്ച് കുടിച്ച് കിടന്നുറങ്ങിക്കോട്ടോ. അമ്മ ഉച്ചയ്ക്ക് വരുമ്പോൾ തരാനേ പറ്റൂ. ഇനി അതിനു മുമ്പ് വേണമെങ്കിൽ അമ്മ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വരേണ്ടി വരും. പക്ഷെ നിന്റെ പപ്പ കാണാതെ വേണ്ടേ ഇനി ചെയ്യാൻ? അതുപോലെ എപ്പോഴും വാശി പിടിച്ച് അമ്മച്ചിയെ എൻ്റെ അടുത്തേക്ക് വിടാൻ നിൽക്കണ്ട കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് കുറുക്കൊക്കെ കുടിച്ച് തുടങ്ങാം. അമ്മയുടെ കണ്ണിന് വാശി കാണിക്കരുത് കേട്ടോ. എന്നെ സങ്കടത്തിലാക്കല്ലേ കണ്ണാ. അവൻ പറയുന്നത് കേട്ടതും സണ്ണിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവൻ അല്പസമയം അങ്ങനെ നോക്കി നിന്നതിന് ശേഷം അവിടെ നിന്നും അവൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. അവൻ റൂമിൽ ചെന്നതും ബെഡിലേക്ക് കിടന്നു. അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. അത് സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ അങ്ങനെ തന്നെ കിടന്നു. കുറേ സമയം കഴിഞ്ഞതും റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. അവൻ വാതിക്കലേക്ക് നോക്കിയതും കണ്ടു അമ്മച്ചി കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വരുന്നത്. ഇവിടെയുണ്ട് നിന്റെ പപ്പ, എന്താ കാണാൻ വരാഞ്ഞത് എന്ന് ചോദിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി കുഞ്ഞിനെ അവൻ്റെ അടുത്ത് ബെഡിൽ കിടത്തി. കുഞ്ഞ് അടുത്ത് കിടന്നതും അവൻ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് അത്രയും സന്തോഷം അവൻ ഇപ്പോഴാണ് കാണുന്നത് എന്ന് തോന്നി. അമ്മച്ചി സണ്ണിയുടെ മുഖത്തേക്ക് നോക്കി. എന്തു പറ്റി? കുളിക്കാൻ പോയിട്ട് എപ്പോഴാ വന്നേ? ഇതെന്താ കണ്ണെല്ലാം ചുവന്നിരിക്കുന്നത്? അമ്മച്ചി ചോദിച്ചു. അത് അമ്മച്ചി. അവൻ്റെ വാക്കുകൾ ഇടറുന്നതും കണ്ണുകളിലെ ആ ചുവപ്പും കണ്ടപ്പോൾ അമ്മച്ചി ചോദിച്ചു. കണ്ടു അല്ലേ അവളെ? കണ്ടു അമ്മച്ചി. അത് എൻ്റെ ഗൗരി. അത്രയും പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞ് താഴേക്ക് ഒഴുകിയിരുന്നു. അതെ, നിന്റെ ഗൗരി. പക്ഷേ എങ്ങനെ അമ്മച്ചി? ഇവിടെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അവൻ പറഞ്ഞു. അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു. കുഞ്ഞ് അപ്പോഴും ബെഡിൽ കിടന്ന് കളിക്കുകയാണ്. ഇപ്പോൾ കളിക്കുന്നത് അവൻ്റെ വയറ് നിറഞ്ഞിട്ടുള്ള സന്തോഷമാണെന്ന് അവനറിയാം. അമ്മച്ചി സണ്ണിയെ നോക്കി. അത് എന്നോട് ഗായത്രി മോള് അവളുടെ കൂട്ടുകാരിക്ക് ഒരു ജോലി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആ പെൺകുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതൊരിക്കലും നിന്റെ ഗൗരിയാണെന്ന് അമ്മച്ചിക്ക് അറിയില്ലായിരുന്നു. അന്ന് ഗായത്രി സ്കൂളിലേക്ക് പോയതിനു ശേഷം
ഞാൻ ലതയെ കണ്ടിരുന്നു, ഗായത്രിയുടെ അമ്മയെ. അപ്പോൾ ലതയാണ് എന്നോട് അവൾ ഒരു ജോലിക്ക് വേണ്ടി ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ക്വാളിഫിക്കേഷനും മറ്റും ചോദിച്ചപ്പോൾ അതും എന്നോട് പറഞ്ഞു. അപ്പോഴും നിന്റെ ഗൗരിയാണെന്ന് എനിക്കറിയില്ല. നാടും പറഞ്ഞിരുന്നു തൃശ്ശൂരാണെന്ന്. പിന്നീട് അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ലത എന്നോട് പറയുന്നത്. പിന്നെ നീ പറഞ്ഞ് അറിയുന്നത് കൊണ്ട് ചെറിയൊരു സംശയം തോന്നി. ആ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടോ എന്ന് ഞാൻ ലതയോട് ചോദിച്ചപ്പോൾ ലത ഫോണിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ലത ഫോൺ കാണിച്ചു തന്നപ്പോഴാണ് ഗൗരിയെ ഞാൻ ആദ്യമായി കാണുന്നത്. നീ കാണിച്ചു തന്ന അതേ ഗൗരിയാണെന്ന് ഞാൻ അറിഞ്ഞു. പിന്നീട് ഗായത്രിയുടെ അമ്മയിൽ നിന്നും കേട്ടതെല്ലാം ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു. ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചവൻ ഒരുപാട് അതിനെ ഉപദ്രവിക്കുമായിരുന്നുവെന്ന്. ആ വീട്ടിൽ അതിൻ്റെ കരച്ചിൽ കേൾക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല എന്ന് ലതയുടെ സഹോദരൻ്റെ ഭാര്യ പറഞ്ഞു കേട്ടുള്ള അറിവാണ്. ഒരിക്കൽ സഹോദരൻ്റെ വീട്ടിൽ ലതയും ഗായത്രിയും ചെന്നപ്പോൾ ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടു. അതെന്താണ് കരച്ചിൽ എന്ന് ചോദിച്ചപ്പോഴാണ് ലതയുടെ നാത്തോൻ പറയുന്നത് അവിടെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്നും ആരും അതിനെ കണ്ടിട്ടില്ല എന്നും ഒരിക്കൽ മാത്രം ലത പുറത്തിറങ്ങിയപ്പോൾ കണ്ടെന്നും അതിനെ അവർ ക്രൂരമായി ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നു കേട്ടു. അന്ന് 2 ദിവസം അവിടെ നിൽക്കാൻ പോയ ലതയും ഗായത്രി മോളും അവിടെ വെച്ച് ഗായത്രി യാദൃച്ഛികമായി ഗൗരിയെ കാണുന്നത്. അപ്പോഴാണ് അത് തൻ്റെ പ്രിയ കൂട്ടുകാരിയാണെന്ന് ഗായത്രിക്ക് മനസ്സിലാവുന്നത്. അവൾ ഒരു തക്കം കെട്ടി ആ വീട്ടിലേക്ക് ആരും അറിയാതെ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് ഗായത്രി ഗൗരിയുടെ യഥാർത്ഥ അവസ്ഥ അറിയുന്നത്. അന്ന് ഗായത്രി ഗൗരിയുമായി സംസാരിച്ചു. അവളെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഗായത്രി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഗൗരി ഗായത്രിയെ വിളിച്ചു. ഇനിയും തനിക്ക് പിടിച്ചു നിൽക്കാൻ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് ഗൗരി കരഞ്ഞപ്പോഴാണ് അങ്ങനെയൊരു സന്ദർഭം വന്നതും ഗായത്രിയുടെയും അമ്മയുടെയും നിർദ്ദേശപ്രകാരം ഗൗരി ഇങ്ങോട്ട് പോകുന്നത്. അമ്മച്ചി പറഞ്ഞതും സണ്ണി ഞെട്ടി നിൽക്കുമായിരുന്നു. മോനെ, ഗായത്രി മോള് പറഞ്ഞു കേട്ടുള്ള അറിവല്ല മോനെ. അമ്മ കണ്ടു ആ കുട്ടി അനുഭവിച്ച വേദനകളുടെ ആഴം എത്രയാണെന്ന്. അമ്മയ്ക്ക് ഇപ്പോൾ നന്നായിട്ട് അറിയാം ആ കുട്ടിയുടെ ശരീരം മുഴുവനും. അവർ പറയാൻ പറ്റാതെ നിർത്തി. പിന്നെ മോനെ, ഗൗരിയാണ് കുഞ്ഞിന് പാല് കൊടുക്കുന്നത്. അത് ഒരു ദിവസം കുഞ്ഞ് കരച്ചിൽ നിർത്താതെ വന്നപ്പോൾ മോള് പാല് കൊടുത്തു. ഞാനത് യാദൃച്ഛികമായി കണ്ടതാണ്. പക്ഷേ എനിക്കും തോന്നി അത് കുഴപ്പമില്ല എന്ന്. നമ്മുടെ കുഞ്ഞ് ഇതുവരെ അറിയാത്ത ആ മുലപ്പാലിൻ്റെ മാധുര്യം അറിയട്ടെ എന്ന് എനിക്കും തോന്നി. തെറ്റാണോ അമ്മച്ചി എടുത്ത തീരുമാനം എന്നൊന്നും അമ്മച്ചിക്ക് അറിയില്ല. മോൻ്റെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ അത് തെറ്റാണെന്ന് തോന്നും. പക്ഷേ അമ്മച്ചിയുടെ ഭാഗത്തു നിന്ന് അത് ശരിയാണ്. ഇല്ല അമ്മച്ചി, അത് ശരിയാണ്. എൻ്റെ കുഞ്ഞറിയേണ്ടത് അവളുടെ മുലപ്പാലിൻ്റെ മാധുര്യം തന്നെയാണ്. ആ മുലപ്പാൽ പോലെ തന്നെ അത്രയും പരിശുദ്ധിയാണ് എൻ്റെ ഗൗരിക്കും. അത്രയും പരിശുദ്ധിയുള്ള എൻ്റെ ഗൗരിയുടെ മുലപ്പാൽ എൻ്റെ കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റുന്നതാണെങ്കിൽ എൻ്റെ കുഞ്ഞിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം അതാണ് അമ്മച്ചി, സണ്ണി പറഞ്ഞു. അമ്മച്ചി നേരത്തെ പറഞ്ഞത് മുഴുവനാക്കിയില്ല. അവളുടെ ദേഹത്ത് അത് മോനെ ഒരുപാട് അവൻ ഉപദ്രവിച്ചതിൻ്റെ പാടുകളുണ്ട് മോനെ. അതിൻ്റെ അടയാളം എന്നതുപോലെ സിഗരറ്റ് വെച്ച് കുത്തിയതും അത് പറയാൻ തന്നെ പേടിയാവുന്നു മോനെ. കണ്ട സഹിക്കില്ല ആർക്കും. എനിക്ക് പറയാൻ പറ്റില്ല മോനെ, എനിക്ക് പറയാൻ പറ്റില്ല. അല്പസമയം മൗനത്തിന് ശേഷം 5 മാസമേ ആയിട്ടുള്ളൂ അതിൻ്റെ പ്രസവം കഴിഞ്ഞിട്ട്. ഒരു പ്രസവ ശുശ്രൂഷയും അതിനെടുത്തിട്ടില്ല. ഈ 2 ദിവസമായിട്ട് ഞാനും ലതയും കൂടിയാണ് ആയുർവേദ മരുന്നുകളെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തത്. 2 ദിവസമായിട്ടുള്ളൂ മരുന്ന് കഴിച്ച് തുടങ്ങിയിട്ട്. പക്ഷേ നമുക്ക് ആ മരുന്ന് അതെനിക്ക് തൃപ്തിയാവുന്നില്ല കൊടുക്കാൻ. അതുകൊണ്ട് നീ ഇന്ന് മൂപ്പൻ്റെ അടുത്തേക്ക് പോകണം. ഞാൻ എന്തൊക്കെ വേണമെന്ന് ആളെ വിട്ട് അറിയിച്ചിട്ടുണ്ട്. നീ ചെന്ന് അതെല്ലാം വാങ്ങിക്കൊണ്ട് വരണം, അമ്മച്ചി പറഞ്ഞു. 2 കുഞ്ഞുങ്ങൾക്കും ഉള്ളതും വേണം. പിന്നെ ഗൗരിമോൾക്ക് കുളിക്കാനുള്ളതും ദേഹത്ത് തേക്കാനുള്ളതും. ആ പാടുകൾ അവളുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി മാറണം. എന്നാലാണ് അവളുടെ ഭൂതകാലം അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകൂ പൂർണ്ണമായും. ഇല്ലെങ്കിൽ അത് കാണും തോറും അവളുടെ ഭൂതകാലം എപ്പോഴും അതിൻ്റെ മനസ്സിലേക്ക് വരും, അമ്മച്ചി പറഞ്ഞു.
ഞാൻ പോകാം. ഞാൻ ഇന്ന് തന്നെ പോയി വാങ്ങിയിട്ട് വരാം അമ്മച്ചി, അവൻ പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഈ സ്റ്റോറി കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല. ഇന്ന് മുതൽ മാക്സിമം ഞാൻ എല്ലാ ദിവസവും ഈ സ്റ്റോറിയും അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ പണ്ട് കേട്ടവരും ഇപ്പോൾ കേൾക്കുന്നവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.